നിഷാൻ, ബഷീർ എഴുതിയ ആദ്യത്തെ ചെറുകഥ ഏതാണെന്ന് പറയാം? തങ്കം അല്ലേ? ബഷീർ നാട് വിട്ട് ഒരുപാട് നാളുകൾക്ക് പല പണികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം എഴുതിയ ആദ്യത്തെ ചെറുകഥയാണ് തങ്കം. അത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് വന്നതെന്നറിയോ? ജയകേസരി എന്നൊരു പ്രസിദ്ധീകരണത്തിലാണ് തങ്കം വന്നത്. ഞായറാഴ്ച രാവിലത്തെ ഭക്ഷണം പത്തിരി, തേങ്ങാപ്പാൽ, ചിക്കൻ. എങ്ങനെ ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ പ്രൂഫ് രുചി കിട്ടണമെങ്കിൽ എങ്ങനെ കഴിക്കണം? ഫുൾ പ്രൂഫ് രുചി കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ 5 എണ്ണം വീതം എടുക്കണം പത്തിരി. ആദ്യം 5 എണ്ണം പ്ലേറ്റിൽ, അതിന് കുറുകെ തേങ്ങാപ്പാലിന് ശേഷം ബീഫ് കറി ഓർ ചിക്കൻ കറി ഏതും അതെടുക്കുക, അതൊഴിക്കുക, കുഴയ്ക്കുക. അല്ലെങ്കിൽ ഓരോന്ന് വീതം കഴിക്കുക. എനിക്ക് കുഴയ്ക്കുന്നതാണ് ഇഷ്ടം. കുഴയ്ക്കുമ്പോൾ എല്ലാം കൂടി ചേരുമല്ലോ. അതിനൊപ്പം ഒരു പീസ് എടുക്കുക, ആ പത്തിരി അല്ലെങ്കിൽ കുഴച്ച് വെച്ചിരിക്കുന്നതിലേക്ക് വെക്കുക. അതിനുശേഷം നിഷാന്റെ പരിപാടി എന്ത്? ഞാനത് ചെയ്യാറ്. എന്നാലും എൻ്റെ തേങ്ങാപ്പാൽ ഞാൻ ഒരു ടിന്നൊഴിച്ചിട്ടും അങ്ങോട്ട് കുഴയുന്നില്ല. അതെന്ത് പറ്റി? ഫ്രഷ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി. ബഷീർ ഒരുപാട് കഥകളും നോവലുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരെണ്ണം മാത്രം, ഒരു കഥ മാത്രമാണ്. സർപ്പയജ്ഞം. ശരിയായ ഉത്തരവാണ്. അങ്ങനെയാണെങ്കിൽ ബഷീറിന്റെ തന്നെ കൃതികളിലെ കഥാബീജത്തിന് എന്തോ പ്രത്യേകതയുണ്ട്? കഥാബീജം അദ്ദേഹം എഴുതിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരേ ഒരു നാടകം, ഒറ്റ നാടകം എഴുതിയിട്ടുള്ളൂ. അതാണ് കഥാബീജം. ഓക്കെ, നമ്മുടെ മമ്മ ഇവിടെ രഹസ്യമായിട്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ഒരു ചോദ്യം ചോദിക്കാം. ബഷീറിന്റെ ഒരു പ്രശസ്തമായ നോവൽ, അതിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നാണ് പേരിട്ടത്. എന്നാൽ പിന്നീട് അതൊക്കെ പേരൊക്കെ മാറ്റി പലപ്പോഴും പാഠപുസ്തകം വരെയായി വന്നിട്ടുണ്ട്. വളരെയേറെ മലയാളികൾ ആവേശത്തോടെ ആർത്തിയോടെ വായിക്കുന്ന ആ പുസ്തകത്തിന്റെ പേര് പറയാം? കേൾക്കുന്നില്ല. പാത്തുമ്മയുടെ ആട്. ശരിയായ ഉത്തരമാണ്. വെരി ഗുഡ്. പാത്ത് നിൽക്കുന്നത് അത് തന്നെ. മമ്മ ക്യാമറയിൽ വരാതിരിക്കാൻ വേണ്ടി പാത്ത് നിന്നതാണ്. എങ്കിൽ മറ്റൊരു ചോദ്യം കൂടി. ഇത് കഴിച്ചു തീരുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ നിനക്ക് കഴിക്കാനുള്ള ആഗ്രഹം പറ്റും? സിമ്പിളാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരട്ടെ. ഒരുപാട് സിനിമകൾ വൈക്കം മുഹമ്മദ് ബഷീർ കഥയും തിരക്കഥയും ഒക്കെ എഴുതിയ സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ സിനിമ ഏതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഭാർഗവി നിലയമാണ്. ശരിയായ ഉത്തരവാണ്. ബഷീറിന്റെ ഏത് കഥയാണ് ഭാർഗവി നിലയമായിട്ട് മാറിയത്? നീലവെളിച്ചം എന്ന കഥയാണ് ഭാർഗവി നിലയമായിട്ട് മാറിയത്. ശരിയായ ഉത്തരവാണ്. ഓക്കെ, നീലവെളിച്ചം എന്ന സിനിമ അല്ല, നീലവെളിച്ചം എന്ന കഥ ഭാർഗവി നിലയമാക്കി സംവിധാനം ചെയ്തത് ആരാണെന്നറിയോ? ഭാർഗവി നിലയത്തിന്റെ സംവിധായകൻ അടുത്തൊക്കെ വരുന്നുണ്ട്. വിൻസെന്റ്. വിൻസെന്റ് ആണ്. ഓക്കെ, അതിനകത്ത് ഇനി ഒരു കാര്യമുണ്ട്. ഈ ഭാർഗവി നിലയത്തിന്റെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നു. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരു നടൻ, അദ്ദേഹം വലിയ പേരൊക്കെ ആയിരുന്നു കേട്ടോ. അദ്ദേഹം വന്ന് ബഷീറിനോട് സുഹൃത്താണ്. ബഷീറുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലൊക്കെ അദ്ദേഹത്തിന് ആ സിനിമയിൽ ഒരു വളരെ നിർണായകമായ വേഷം കിട്ടി. ആ മനുഷ്യൻ ആ സിനിമയിൽ ഏത് വേഷം ഏത് പേരിലാണോ അറിയപ്പെടുന്നത് ആ പേരിൽ തന്നെയാണ് പിന്നീട് പ്രശസ്തനായത്. മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച ആ നടന്റെ പേര് പറയാവോ? ഒന്നുമല്ല, മാമുക്കോയ. ബഷീർ കുതിരവട്ടം പപ്പു ആണ്. പത്മദളാക്ഷൻ നായർ എന്നായിരുന്നു പപ്പുവിന്റെ പേര്. ഭാർഗവി നിലയത്തിനകത്ത് ഉണ്ട് ആ പപ്പു. ആ പേര് തന്നെ പിന്നീട് വന്നു. ഓക്കെ, പിന്നെ നിഷാൻ നേരത്തെ പറഞ്ഞ കാര്യം, അന്ന് പറഞ്ഞു ഭാർഗവി നിലയം എന്നുള്ള സിനിമ നീലവെളിച്ചം എന്ന് പറഞ്ഞു. പിന്നീട് ഈ അടുത്ത കാലത്ത് വീണ്ടും ആ സിനിമ രംഗത്ത് വന്നു. നീലവെളിച്ചം എന്ന പേരിൽ തന്നെ ആ കഥ വീണ്ടും ഒരു സിനിമയായിട്ട് വന്നു അല്ലേ? ആ സിനിമ സംവിധാനം ചെയ്താരാ? ആഷിഖ് കപൂർ ആണ്. ആഷിഖ് കപൂർ ആണ് സംവിധാനം ചെയ്തത്. നേരത്തെ എ വിൻസെന്റ് ഭാർഗവി നിലയമാക്കിയെങ്കിൽ ഇപ്പോൾ അത് നീലവെളിച്ചം എന്ന പേരിൽ ആഷിഖ് കപൂർ. രണ്ടിനകത്തും ബഷീറിന്റെ ആത്മകഥാംശമുള്ള ഒരു കഥാപാത്രമാണ്, ഒരു എഴുത്തുകാരനാണ് നായകൻ. ആദ്യത്തെ ഭാർഗവി നിലയത്തിൽ ആ എഴുത്തുകാരനെ അവതരിപ്പിച്ചത് മധു ആണ്. എങ്കിൽ നീലവെളിച്ചത്തിൽ ആ എഴുത്തുകാരനെ അവതരിപ്പിച്ചത് ഞങ്ങളുടെ ടോവിനോ തോമസ് ആണ്. ശരിയായ ഉത്തരവാണ്. നീ 5 പറഞ്ഞിട്ട് ഇപ്പൊ എത്രയുടെ? 1 2 3. ആദ്യത്തെ 5 കഴിഞ്ഞ് ഓക്കെ, ആദ്യം തന്നെ 8 എടുത്ത്. ഈ പത്തിരി ആകുന്ന 8ഉം 10ഉം എന്നൊക്കെ ആൾക്കാർ പേടിക്കും കേട്ടോ. പത്തിരിയൊക്കെ സിമ്പിളാ. പത്തിരി തിന്നായിട്ടുള്ളതാണല്ലോ, പത്തിരിയാണല്ലോ. 10 വരെയൊക്കെ കഴിക്കാം. തന്നെ ഉണ്ടല്ലോ, സിമ്പിളാ.
അത് അത്രേ ഉള്ളൂ. അങ്ങനെയാണ് വീണ്ടും ഒരു ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ അടുത്ത ഒരു ചെറിയ ചോദ്യം എന്ന് പറയുന്നത്, ബഷീറിന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ നോവൽ ഏതാന്ന് പറയാം? പ്രേമലേഖനം. ബഷീറിന്റെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് പ്രേമലേഖനമാണ്. അത് നിരോധിക്കപ്പെടുകയൊക്കെ ചെയ്തു അല്ലെ? പ്രേമലേഖനത്തിൽ വളരെ പ്രശസ്തമായൊരു പ്രണയകഥയാണ്, വിവാദമായൊരു പ്രണയകഥയാണ്. ആരൊക്കെ തമ്മിലാണ് ആ നോവലിൽ പ്രണയിക്കുന്നത്? നീ ഭക്ഷണത്തിന്റെ തിരക്കിലാണ്, ശരിക്കും കേട്ടില്ല. കേശവൻ നായരും സാറാമ്മയും കൂടിയാണ് ഈ പറഞ്ഞതുപോലെ പ്രണയിക്കുന്നത്. അവര് പ്രണയിക്കുന്നു. അത് കഴിഞ്ഞ് ആ കഥയുടെ മുന്നോട്ടുള്ള പോക്കിൽ നമ്മൾ കാണുന്നുണ്ട്, അവര് ഒളിച്ചോടുന്ന ആ യാത്രയിൽ ട്രെയിനിൽ ഇരുന്നുള്ള ഡിസ്കഷനകത്താണ് തീരുമാനിക്കുന്നത്, നമുക്ക് ജാതിയും മതവും ഒന്നും ഇല്ലാത്ത ഒരു കുട്ടി ഉണ്ടായാൽ അവർക്ക് അതിനു വേണ്ടിയുള്ള പേരിടണം. പല 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 പേരുകൾ വരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെ ഒരുപാട് പേരുകൾ അവര് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ തീരുമാനിച്ച ആ പേര് അത് തന്നെയാണ് പിന്നീട് ഇപ്പോൾ ബേപ്പൂരിൽ പണിതുകൊണ്ടിരിക്കുന്ന ബഷീർ മ്യൂസിയത്തിന്റെ പേരായിട്ട് മാറിയിരിക്കുന്നത്. ആകാശമിഠായി. ആകാശമിഠായിയാണ് ശരിയായ ഉത്തരമാണ്. ആകാശമിഠായി. ബേപ്പൂരിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ബേപ്പൂരിൽ ബഷീർ താമസിച്ചിരുന്ന വീടിന്റെ പേര് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് അല്ല, അതാരുടെ വീടാ? ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. എന്നാൽ അടുത്തൊക്കെ വരുന്നുണ്ട്. വയലാലിൽ വീട്. ബേപ്പൂര് വയലാലിൽ വീട്. ബേപ്പൂർ സുൽത്താനാണ് ബഷീർ. പക്ഷെ അത് ജനിച്ചത് ബേപ്പൂർ അല്ല, കോഴിക്കോട് ബേപ്പൂർ അല്ല. പകരം ഏത് ജില്ലയിലാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലാണ്. ഏത് സ്ഥലത്ത്? വൈക്കം. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീറാണ്. പക്ഷെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ തലയോലപ്പറമ്പ്. തലയോലപ്പറമ്പിൽ ബഷീർ ജനിച്ച വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ട്. ചെറിയ വീടാണ്. ബഷീറിന്റെ പല കഥകളുടെ പ്രധാനപ്പെട്ട സ്ഥലമായ അവിടെ മാംഗോസിനപ്പുറത്താ നമ്മൾ കണ്ടത് ചാമ്പമരം ഉണ്ടായിരുന്നു. ചാമ്പമരമായിരുന്നു ഫ്രണ്ടിലുള്ളത്. പിന്നെ ആറ്റിൽ ഒക്കെ പോയിട്ടുണ്ട്. കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇത്രയും ഫുഡ് ഞങ്ങൾ കഴിക്കാൻ കാരണം എനർജി വേണമല്ലോ. എന്തിനുള്ള എനർജി? ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ക്വിസ് മത്സരം അത് ബഷീർ ദിനമാണ്. ബഷീർ ദിന ക്വിസ് ആണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള വ്യത്യസ്തതരമായ നിരവധി ക്വസ്റ്റ്യൻസ് തേടിപ്പിടിക്കണം. അത് കൂട്ടുകാർക്ക് വേണ്ടി യൂട്യൂബിൽ അവതരിപ്പിക്കുകയും ചെയ്യണം. അതിനുള്ള ഒരു തുടക്കം മാത്രമാണ് ഈ എനർജി. അപ്പോൾ കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. ഇത് ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. കൂടുതൽ വീഡിയോ ഇടാനും ചോദ്യങ്ങൾ തപ്പിപ്പിടിക്കാനും. കൂടുതൽ വീഡിയോകളുമായി വരുന്നത് വരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നല്ല മനോഹരമായ ഒരു ഞായറാഴ്ച പ്രഭാതത്തിൽ നിന്ന് നിഷാനോടൊപ്പം